ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു സെൻഡ് ഓഫ് പ്രോഗ്രാം കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അവിടെ പറയില്ല. ഞങ്ങള് എന്തൊക്കെ പറഞ്ഞാലും അവിടുന്ന് മുഖം വന്ന് കേൾക്കാറുള്ളൂ. ആ മോളൊക്കെ കേൾക്കുമ്പോ അയാൾ കേട്ടു എന്നുള്ളത്. പിന്നെ മറുപടി വരും. മറുപടി എന്താന്ന് പറയാൻ പറ്റിയ തോന്നുന്നുണ്ട്. ഞങ്ങളെ ശിക്ഷിക്കാറുണ്ട്, ആ സമയം സ്നേഹിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. അങ്ങനെ പറയുന്നു. ചേട്ടാ എന്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നില്ല. പാവട്ട ഇനിയും ഉയരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും എല്ലാ സംഘടനയും പോയ വരൂ കനകച്ചി വരൂ. 2 മാസം കുറയും. 50 അനുഭവങ്ങള് സീറ്റ് കനകച്ചിനെ വിളിച്ചു. കനകച്ചി വരൂ. 2 മാസം കുറയും. കനകച്ചി ഞാൻ വന്നേക്കിഞ്ഞ ബാബു വന്നിട്ട് ബാബുവിന്റെ ബാബുക്കാനായിട്ട് ഹോസ്റ്റലിൽ ടൈമില് കുറെ ഹോസ്റ്റലിൽ ടൈമില് അതിന്റെ സ്നേഹമായിട്ടില്ല. രാജ്മാട്ടായിട്ട് അതേമാതിരി എല്ലാവരുമായിട്ട് ഹോസ്റ്റലുണ്ടാവും. പിന്നെ സ്നേഹമായിട്ടുണ്ടാവും. അതേമാതിരിയുള്ള ഇതായിരുന്നു. എനിക്ക് നല്ല പരാതി ചെയ്തിട്ടുണ്ട്. അതേമാതിരി വളർന്നു ഞാനും ഇതേപോലെ സുഖമായിട്ട് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ബാബുച്ചേട്ടനെ പറ്റി പറയാന്ന് ഞാൻ വന്ന സമയം ഞാനും ബാബുച്ചേട്ടനൊക്കെ ഒരേപോലെയാണ്. 9 മണിയുടെ ഓഫീസില് 10 മണിയാകുമ്പോ ബാബുച്ചേട്ടൻ 9:45 ഞാനെത്തും. 10 മണിയാകുമ്പോ ബാബുച്ചേട്ടൻ വരും. റിട്ടേൺസ് പിന്നെ എപ്പോഴെങ്കിലും 5:45, 6 മണി. പിന്നെ ജീനവേളം വന്നപ്പോ തൊട്ടാണ് കേട്ടാ. നേരെയായ 4 മണിയാകുമ്പോഴേക്കും ബാബുച്ചേട്ടാ വരാറായില്ലേ എന്ന് ചോദിച്ചു. ഇനിയിപ്പോ മെയിൽ ഓവർസിയറായി, ഇനിയിപ്പോ സാറായി. നമ്മളൊന്നും പിടിച്ചാലിട്ടില്ല. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും എല്ലാവരും പരിചയമാണ്. നല്ല പരിചയമുള്ള മോഹൻമോനെയാണ് ഉള്ളത്. എല്ലാവിധ ആശംസകളും നമസ്കാരം. ഓഫറായിട്ട് പോവാണ്. വിഷമൊന്നുമില്ല. ഞാൻ കുറെ കാലം പറപ്പുകാരുടെ എന്താ പറയാ ഓമനായിരുന്ന പ്രോജക്റ്റ് ഇനിയും ഉയരങ്ങള് ഒരുപാട് കീഴടക്കി ഇനിയും ഉയർന്ന പൊസിഷനിലെത്തിട്ട് ആയിരിക്കും. അത്രേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസിൽ ജംഗ്ഷനിലായി വർക്ക് ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ വിശ്വാസമൊക്കെ. അപ്പോൾ ഇതുവരെയുള്ള ഒരു കാലയളവിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമായിരുന്നു. കുറച്ച് നിമിഷമായാലും ബാബുച്ചേട്ടനെ പോയിട്ടായിരുന്നു നിമിഷങ്ങളൊക്കെ ഞാൻ ഹാപ്പിയായി ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക,
വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. എനിക്കറിയോ ഇവിടുന്ന് പോയാലും ഇവിടെയൊക്കെ വീണ്ടും വരും. എല്ലാവരെയും കാണാൻ പറ്റും. ഞാൻ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഇനിയും കാണാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ വളരെ സന്തോഷമായിട്ട് ഞാൻ നല്ല എന്താ പറയാ ആളുടെ വേണ്ടി സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. കാണാൻ പറ്റില്ല. വന്നു കൈ കൊടുത്തിട്ട് പോ. പ്രതിനിധാനം ചെയ്തുകൊണ്ട് ചാന്ദിന് വരുന്നതാണ്. ഇവിടെ എത്തിയിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ ആണ്, അതുകൊണ്ട് എത്തിയിട്ടില്ല. അതെ, വീഡിയോ കോളിൽ വെക്കുമ്പോ എനിക്ക് പകരം പറയാറുണ്ട്. അതെ, എഴുതി വെച്ചുകൊണ്ട് എന്താ ഇനി ആരും ചോദിക്കും ചായ ആയില്ലേ, ചായ ആയില്ലേ. വന്നു കഴിഞ്ഞ ബസ് ചോദിക്കും ചായ ആയ. കുടിച്ച കാര്യം ഓർമ്മയില്ല. കുടിച്ച് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിച്ചാ. ഇനി അടുത്തത് മലക്കപ്പാറയൊക്കെ പോയിട്ട് ആണ്ടയുടെ അടുത്തൊരു ചായ കുടിച്ച് വന്നാലോ എന്ന് ചോദിച്ചിട്ട് വരുമ്പോ പോട്ടെ. വേറെ ഒന്നുമില്ല. ഞാൻ 15, 13, 28. എനിക്ക് ഒരു നാടിൻ്റെ എല്ലാ ആളുകളുമായിട്ട് നല്ലൊരു കണക്ഷൻ, നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. ഞാനൊരു അനുഭവം പോസ്റ്റ്മാനായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ അമ്പലൂർ പറഞ്ഞ അളകപ്പേര് ഒരു വെണ്ടൂർ സ്ഥലമാണ്. ഒരു 3 വർഷം അവിടെ ജോലി ചെയ്തു. ആ ഭാഗം 2 വീട്ടുണ്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് ആ വെണ്ടൂര് നിങ്ങളും അവിടെയുള്ള ആളുകളായിട്ട് അവർ നമ്മൾ വിളിക്കുന്നത് കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഒരു ദിവസം പോലെ ഒരു വീട്ടിൽ തിരിച്ച് പഠിക്കാൻ ഇപ്പം ഒരു വീട്ടിൽ ചേട്ടാ ഒരു വീട്ടിൽ ഒരാളാണ്. ചേട്ടൻ പോസ്റ്റേനാ അതെ ഒന്നും ചേട്ടാ ഞാൻ ചെന്നു പുല്ല് ചേട്ടാ വളരെ ഭയങ്കര ആകാശം പോസ്റ്റ്മാനെ കണ്ടിട്ടേ കാലം കുറേ ഞാൻ അന്യം നിന്ന് പോയൊരു ജീവിയാണ് പോസ്റ്റ്മാനെ ചോദിക്കായിരുന്നു. ഞാൻ മുന്നേ അത് ഗൾഫിലാണോ, ഞാൻ വീണ്ടും ബാംഗ്ലൂരാണ്. ഞാൻ അന്ന് ആ മാസത്തിൽ എൻ്റെ വൈഫിനെ എപ്പോഴും അങ്ങനെയൊക്കെ ഭയങ്കര ചേട്ടാ അടിക്കുമോ അടിച്ചോ അതിന് അടിക്കും. പക്ഷെ ഇപ്പോൾ വേണ്ട അടിക്കണ ചേട്ടൻ എന്നോട് വന്നുകൊണ്ട് ഞാൻ ഒരു മാസം ഇവിടെ ഉണ്ടോ ഒരു 500 രൂപ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് അനുഭവം ഞാൻ പറയണം. അങ്ങനെ ഒരുപാട് രസങ്ങളുടെ ഒരു മേഖലയാണ് ശരിക്കും പോസ്റ്റ്മാൻ്റെ മേഖല. അല്ല അവിടെ ഇനി ആരാ ആശംസ പറയുന്നത്? 2 വാക്കും അറിയാം. എല്ലാവിധ ആശംസകളും അടുത്തേക്ക് വരാം. ശരി ഓക്കെ. ബാബുചേട്ടനെ നോക്ക്. ബാബുചേട്ടൻ കട്ടിലുമേ നല്ല പഞ്ഞടിപ്പ് മെത്തമേ അഞ്ജനം പൊഴിരുമുന്ന മങ്ക തൻ കിടപ്പു കാണുമ്പോൾ അഞ്ജനമണി കട്ടിലുമേ നല്ല പഞ്ഞടിപ്പേ മെത്തമേ അഞ്ജനം പൊഴിരുമുന്ന മങ്ക തൻ കിടപ്പു കാണുന്നേ കുന്നത്തെ കൊന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ കുഴൽ മുടി മങ്ക തന്റെ മുഖമഴകാണേ കുന്നത്തെ കൊന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ കുഴൽ മുടി മങ്ക തന്റെ മുഖമഴകാണേ കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർക്കൂന്തലം ബ്രഹ്മാവേ കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചു പോകുന്നേ കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർക്കൂന്തലം ബ്രഹ്മാവേ
കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചു പോകുന്നേ മരതക കാന്തി കലർന്ന നല്ല തിരുമേനിയം ബ്രഹ്മാവേ കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് പറഞ്ഞാണല്ലോ മരതക കാന്തി കലർന്ന നല്ല തിരുമേനിയം ബ്രഹ്മാവേ കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് പറഞ്ഞാണല്ലോ എള്ളിന് പൂവിന് അഴകൊത്ത നല്ല നാസികയ ബ്രഹ്മാവേ കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് പറഞ്ഞാണല്ലോ ഈ വക പെണ്ണിനെ ഞാൻ ഇന്ന് കണ്ടിട്ടില്ല എന്റെ ബ്രഹ്മാവേ ഭൂമിയിൽ ഈ വക പെണ്ണിന്ന് പിറന്നുണ്ടായോ മനുഷ്യകൂലത്തിലെ മങ്ക ഇവള ബ്രഹ്മാവേ മായാകൂലത്തിലെ മങ്ക ഇവള് തന്നെയാ അഞ്ജനമണി കട്ടിലുമേ നല്ല പഞ്ഞാണിന്റെ നെത്താമേ അഞ്ജനം പോൽ വീഴുന്ന മങ്ക തൻ കിടപ്പു കാണുമ്പോൾ അഞ്ജനമണി കട്ടിലുമേ നല്ല പഞ്ഞാണിന്റെ നെത്താമേ അഞ്ജനം പോൽ വീഴുന്ന മങ്ക തൻ കിടപ്പു കാണുമ്പോൾ അശ്വതി മേഡം എന്തോ ചെറിയ സമ്മാനം ഇത്രയും കാലം ഞാൻ പറയുന്നതൊക്കെ എന്താ പറയാ എല്ലാം ഏത് മേള വന്നാലും എന്ത് വന്നാലും ബാബുചേട്ടൻ അതിനൊപ്പം തന്നെ ഉണ്ടാവും ഇതിപ്പോ RD ആയിക്കോട്ടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ എന്തും പറഞ്ഞാലും ബാബുചേട്ടാ നമുക്ക് മേളയാണ് നമുക്ക് ടാർഗറ്റ് ഒപ്പിക്കണം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആളെ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതുവരെ ഇന്നലെ നമ്മുടെ ഇൻഷുറൻസ് മേള ഇന്ന് അവസാനിക്കുന്ന ഇത് 50 എണ്ണം പിടിച്ചു 51 എണ്ണം പിടിച്ചിട്ട് ഡിവിഷനിൽ 4ാം സ്ഥാനം നേടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ബാബുചേട്ടന് ഇതിനോടൊരു കിട്ടും കണ്ണനോടു നീ എന്തു പരിഭവം എല്ലയോതി വന്നു കല്ലിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്കുമില്ലാഞ്ഞതല്ലേ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ ദൂരേക്ക് നീ മാഞ്ഞതല്ലേ സഖിയേ നീ കാണുന്നുവോ എൻ വിളികൾ നിറയുന്നു വരം ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നും ഓർക്കുന്നു ഞാൻ എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വരം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതും രാഗം തേടുവതും രാഗം ദേവനും അനുരാഗിയ അമ്പലപ്രാവേ വെണ്ണിലാ ചന്ദന കിണ്ണം പുനമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ നെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ്
ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂട് കൂട്ടുന്ന സുഖം. ഹൃദയമുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. ഇല്ല ഞങ്ങൾ ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ചെറുമണി കനവു കൊണ്ടൊരു തുള്ളി വെളിച്ചം കൊണ്ടിവരുമേ കൽപ്പൂട്ടിനുള്ളിൽ ഞങ്ങളായിരം ഊഞ്ഞാലു തീർക്കും. വരന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊടുത്തുള്ളൊരാ ചെലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം പാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. കൂടെയാരിനി എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ. തൊട്ടു തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടുന്നിരുട്ടകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞു വരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ആളുകളെ എത്രമാത്രം ഭാവിച്ചത് ഞാൻ പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷ നമ്മുടെ SPM ജീന മാഡം, പിന്നെ ബിജു മാഷ്, തലമുതിർന്ന നമ്മുടെ ഏജന്റ് പാർട്ടീച്ച്, വത്സലേച്ചി, അശ്വതി, പിന്നെ കനകേച്ചി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചി, അതുപോലെ ശ്രീജ. ഞാൻ അത്ര അടുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. 2010 വന്നതാ, 11-ാം തീയതി. ഇപ്പോൾ മാർച്ച് തന്നെയാണ്, ഏപ്രിലിലേക്ക് കടന്നു. 15 വർഷം കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ആയി. ഞാനൊരു ഇവിടുന്ന് റിട്ടയർഡ് ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് വന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സത്യം പറയാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പോവാൻ. പിന്നെ അതുപോലെ ജോലിയിൽ ഇങ്ങനെ സ്ലോ ആവുക, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കൊടുത്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ട്, ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ജോലി എൻജോയ് ചെയ്ത്, ഇവരൊക്കെ ടെൻഷൻ പറയുമ്പോൾ നമ്മളങ്ങനെ ഒരു ടെൻഷനും ഇല്ലാണ്ട് എവിടെയും അങ്ങനെ ജോലി ചെയ്യുന്ന ആളാണ്. അക്കൗണ്ട് പിടിക്കാൻ പറയുമ്പോൾ നമുക്ക് ടെൻഷനില്ല. നമ്മൾ ആരോടും പറയും, അക്കൗണ്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഉള്ളൊരു പ്രകൃതിയാണ്. ഇപ്പോൾ ഈ 50 എണ്ണം പിടിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ 20 എണ്ണം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഓപ്പറേഷൻ വന്നിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തു. അത് നടക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ പിന്നാലെ കുറച്ച് നേരം നടന്നപ്പോൾ അതും കിട്ടി. അങ്ങനെ ഇവിടെ വന്നിട്ട് അത്ര എൻജോയ്മെന്റ് ചെയ്തിട്ടുള്ളൊരു ജോലി സ്ഥലം കൂടിയാണ് ഇവിടെ നമ്മുടെ പറപ്പൂക്കര. അതുപോലെ ജനങ്ങളും നമ്മളോട് അത്ര അടുപ്പുള്ള, നമ്മളത്ര ചീത്ത പറയാൻ വിചാരിച്ച് വന്നാൽ ബാബു ചേട്ടാ അതങ്ങനെയല്ല, അത് കുഴപ്പമില്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നൊരു
അനുഭവമാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിലാണ് എൻ്റെ ഈ ബീറ്റ് ഞാൻ കൊണ്ടു നടന്നിട്ടുള്ളത്. ഒരാളോട് നമ്മൾ വൈരാഗ്യത്തിലോ അങ്ങനെ ഒരു ഇതിലും പെരുമാറിയിട്ടുമില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. അങ്ങനെ കൊണ്ടു നടന്നിട്ടുള്ളൊരു ഇതാണ്. അവർക്ക് ചിലപ്പോൾ രജിസ്റ്റേർഡൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടാവും, പിറ്റേ ദിവസത്തിൽ ഉണ്ടാവും, 2 ദിവസം മുമ്പ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും ആരും നമ്മളോട് അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഇതായിട്ട് ഉണ്ടായിട്ടില്ല. കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ ഇതാണ് ശാരീരികമായ ബുദ്ധിമുട്ട് വളരെ ഇതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ എഴുതി കൊടുത്തു, കിട്ടി പോകുന്നു. ഇനി അടുത്തത് ചെല്ലുമ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം ഈ മെയിൽ ഓവർസിയർ എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയ്ക്ക് പോണത് അതിനും ഇപ്പം BJP സർക്കാരാണ് ഭരിക്കുന്നത്. അവരതിനും ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിനെ ഒരു 2 PA-കളെ കൊടുത്തിട്ട് മെയിൽ ഓവർസിയർമാരെ മാറ്റാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഭാവി ചെല്ലുന്ന പാതാളം എന്ന് പറയുന്ന പോലെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. എന്നാലും നമ്മുടെ ജോലിക്ക് പോട്ടൊന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും നമ്മൾ ഉണ്ടായിരിക്കും അത്രയും. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തവർക്കും ആരോട് നമ്മൾ അങ്ങനെ വെറുപ്പായിട്ട് ഇതുവരെ ജോലി പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതുപോലെ എന്നോടും ഒരു ഇതും നമുക്ക് ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ല സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നത്. എല്ലാവർക്കും ഇതുപോലൊരു ഫംഗ്ഷൻ ഞാൻ കിട്ടുന്നെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ കരയുന്നൊന്നുമില്ല, നല്ല സംസാരം ഞാൻ സംസാരിക്കാറില്ല. എനിക്കുള്ള കുഴപ്പതാ, ഞാൻ യൂണിയൻ നേതാവായി സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാറില്ല എവിടെയും. ഇന്നാണ് ഇങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെയെങ്കിലും പറയണത്. അത് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അങ്ങനെ കുഴപ്പമുണ്ട് എനിക്ക്. അതാണ് ഞാൻ വിചാരിച്ചിട്ട് ഇതാവുന്നതല്ലാതെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് തന്ന എല്ലാവരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ ഈ 3 കൊല്ലം പ്രത്യേകിച്ച് ഇത് പറയേണ്ട ഒരു കൊല്ലമുള്ള 3 കൊല്ലം അത്ര എൻജോയ്മെൻറ്റും ടൂറ് പോക്കും ഓഫീസ് തന്നെ അത്രയും കണ്ടു. ഞങ്ങളെ ഓഫീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വരുന്നവരും പറപ്പൂക്കര പോസ്റ്റേഴ്സ് ഇത്രയും നല്ലതായ അങ്ങനെ പറഞ്ഞ ASP-മാരും നമ്മുടെ IR-ൽ വരെ അങ്ങനെ എഴുതി വന്നിട്ടുണ്ട്. അത്രയും നല്ല ക്ലീനും. അതിന് നമ്മുടെ മാഡം മുൻകൈ എടുത്തു, ശ്രീജ മാഡം മുൻകൈ എടുത്തു. അപ്പോൾ അതിനോടുകൂടി നമ്മൾ സപ്പോർട്ട്, അതാണ് നമ്മളിത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.